Hello family, welcome to English speaking course. This video is for beginners. നിങ്ങൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ ബിഗിനേഴ്സ് ആണെങ്കിൽ ഈ വീഡിയോ ഫുൾ കാണണം, സ്കിപ്പ് ചെയ്യാതെ കാണണം. ബിക്കോസ് ഐ ഹാവ് ഇൻക്ലൂഡഡ് എ ലോട്ട് ഓഫ് കോമൺ ഇമ്പോർട്ടൻറ്റ് ബേസിക് സെൻറ്റൻസസ് ഹിയർ. വളരെ ഈസി ആയിട്ടുള്ള സെൻറ്റൻസസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും. ലെറ്റ്സ് ലുക്ക് അറ്റ് ദിസ് സെൻറ്റൻസ്. എനിക്ക് നീന്താൻ കഴിയും. ഐ ക്യാൻ സ്വിം. ഐ ക്യാൻ സ്വിം. ഐ ക്യാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് കഴിയും. ഏതെങ്കിലും കാര്യം അല്ലെങ്കിൽ പ്രവൃത്തി നമുക്ക് കഴിയും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പാറ്റേൺ യൂസ് ചെയ്യാറുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് നോക്കാം. എനിക്ക് നീന്താൻ കഴിയില്ല. ഇങ്ങനെ പറയണമെങ്കിൽ വി ക്യാൻ സ്റ്റാർട്ട് എ സെൻറ്റൻസ് വിത്ത് ഐ കാൺട്ട്. കാൺട്ട് എന്ന് പറഞ്ഞാൽ ക്യാൻ നോട്ടിൻ്റെ കൺട്രാക്ഷനാണ്. ഐ കാൺട്ട് സ്വിം. എനിക്ക് നീന്താൻ കഴിയില്ല. ഈ സെൻറ്റൻസസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ഏതാ? നിനക്ക് നീന്താൻ അറിയുമോ, അല്ലെങ്കിൽ നിനക്ക് നീന്താൻ കഴിയുമോ? ക്യാൻ യു സ്വിം? ക്യാൻ യു ചെയ്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇത്രയും നിങ്ങൾ പഠിച്ചു എന്ന് വിചാരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിൽ വെച്ചിട്ട് നമുക്ക് ഇനിയുള്ള സെൻറ്റൻസസ് നോക്കാം. ഐ ക്യാൻ എനിക്ക് കഴിയും. ഐ കാൺട്ട് എനിക്ക് കഴിയില്ല. ക്യാൻ യു നിനക്ക് കഴിയുമോ? ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ് മച്ച്. ലെറ്റ്സ് കണ്ടിന്യൂ. എനിക്ക് പാചകം ചെയ്യാൻ കഴിയും. ഐ ക്യാൻ കുക്ക്. നൗ ലെറ്റ്സ് ലെങ്തൻ ഇറ്റ്. നമുക്കിത് കുറച്ച് നീട്ടാം. ഐ ക്യാൻ കുക്ക് ഡിന്നർ. എനിക്ക് അത്താഴം പാചകം ചെയ്യാൻ കഴിയും. ഇതിൻ്റെ ഓപ്പോസിറ്റ് നോക്കാം. എനിക്ക് അത്താഴം പാചകം ചെയ്യാൻ കഴിയില്ല. ഹൗ ക്യാൻ വി സേ? നമുക്ക് പറയാം ഐ കാൺട്ട് കുക്ക് ഡിന്നർ. ഇറ്റ്സ് വെരി സിമ്പിൾ. ഐ കാൺട്ട് കുക്ക് ഡിന്നർ. ഇനി നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻ നോക്കാം. നിങ്ങൾക്ക് അത്താഴം പാചകം ചെയ്യാൻ കഴിയുമോ? ക്യാൻ യു കുക്ക് ഡിന്നർ? ഇനി നമുക്ക് ഇതേ പാറ്റേണിൽ വേറെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഡിന്നറിൻ്റെ പകരം ബ്രേക്ക്ഫാസ്റ്റ് ചോദിക്കാം. ക്യാൻ യു കുക്ക് ബ്രേക്ക്ഫാസ്റ്റ്? എനിക്ക് ഇന്ന് അത്താഴം പാചകം ചെയ്യാൻ കഴിയില്ല. ഹൗ ക്യാൻ വി സേ ദിസ്? ഇറ്റ്സ് വെരി സിമ്പിൾ. നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു, എന്തെങ്കിലും കാര്യം കഴിയില്ല എന്ന് പറയാൻ ഐ കാൺട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ആ കാര്യം പറയാം. ഐ കാൺട്ട് കുക്ക് ഡിന്നർ ടു നൈറ്റ്. എക്സ്ട്രാ ചേർത്താൽ ഇറ്റ് ബിക്കംസ് എ ലോങ് സെൻറ്റൻസ്. സോ വെരി ഈസിലി യു ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. എനിക്ക് ഇത് ചെയ്യാൻ കഴിയും. ഐ ക്യാൻ ഡു ദിസ്. എനിക്ക് ഇത് ചെയ്യാൻ കഴിയില്ല. എക്സാക്ട്ലി ദ ഓപ്പോസിറ്റ്. ഐ കാൺട്ട് ഡു ദിസ്. ദിസ് മീൻസ് ഇത്. ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് ദ ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയുമോ? ക്യാൻ യു ഡു ദിസ്? ക്യാൻ യു ഡു ദിസ്? ക്യാൻ യു ആണ് നമ്മളെ ക്വസ്റ്റ്യൻ പാറ്റേൺ. എന്തെങ്കിലും കാര്യം ചെയ്യാൻ കഴിയുമോ ചോദിക്കാൻ ക്യാൻ യു വെച്ച് നമുക്ക് തുടങ്ങാം. അനദർ കോമൺ ക്വസ്റ്റ്യൻ, നിനക്കിവിടെ വരാമോ? ക്യാൻ യു കം ഹിയർ? ക്യാൻ യു കം ഹിയർ? നിനക്ക് ഇവിടെ വരാമോ? ക്യാൻ യു കം ഹിയർ? ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എനിക്കൊരു പേന തരാമോ? ക്യാൻ യു ഗിവ് മീ എ പെൻ? ക്യാൻ യു ഗിവ് മീ ആണ് പാറ്റേൺ. എന്തെങ്കിലും കാര്യം നമുക്ക് ചോദിക്കണമെങ്കിൽ വേണമെങ്കിൽ വി ക്യാൻ യൂസ് ദിസ് പാറ്റേൺ. ക്യാൻ യു ഗിവ് മീ എ പെൻ എന്ന് പറയാം. Can you give me a pencil? We can ask. Or can you give me a glass of water? We can even ask, can you give me some water? കുറച്ച് വെള്ളം. എനിക്ക് കുറച്ച് വെള്ളം തരാമോ? എന്നെ സഹായിക്കാമോ? Can you help me? എന്നെ സഹായിക്കാമോ? Can you help me? One of the most important question in daily conversation. പതുക്കെ സംസാരിക്കാമോ? Can you speak slowly? Can you speak slowly? സെൻറ്റൻസസ് ഒക്കെ എൻ്റെ കൂടെ വേണം പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാൻ. ഫാൻ ഓഫ് ചെയ്യാമോ? ഹൗ ക്യാൻ വി ആസ്ക്? ക്യാൻ യു ടേൺ ഓഫ് ദ ഫാൻ? ക്യാൻ യു ടേൺ ഓഫ് ദ ഫാൻ? ടേൺ ഓഫ് എന്നാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഫാൻ ഓൺ ചെയ്യാമോ? ക്യാൻ യു ടേൺ ഓൺ ദ ഫാൻ? ക്യാൻ യു ടേൺ ഓൺ ദ fan? We have to remember the pattern. Can you turn on the? അത് കഴിഞ്ഞിട്ട് ഏത് സാധനം ഓൺ ആക്കണ്ടേ അത് നമുക്ക് അവിടെ പറയാം. Can you turn off the? We can mention the thing that needs to be switched off.
For example, can you turn on the TV? Can you turn off the TV? Can you turn on the AC? Can you turn off the AC? Likewise, we can say the same for computers and laptops also. Can you turn on the computer? Can you turn off the computer? We can say the same for light. Can you turn on the light? Can you turn off the light? So കണ്ടില്ലേ എത്ര കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. എൻ്റെ കൂടെ വരാമോ? This is another common question. Can you come with me? എൻ്റെ കൂടെ വരാമോ? Can you come with me? പിന്നീട് വിളിക്കാമോ? How can we say? Can you call me later? Can you call me later? ഈ സെൻറ്റൻസസ് ഒക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം. ഇനി ഇതിൻ്റെ ഒക്കെ ആൻസേഴ്സ് നമ്മൾ എങ്ങനെയാണ് പറയാം? We can reply by saying I can, എനിക്ക് കഴിയും. I can't, എനിക്ക് കഴിയില്ല. Can you വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ മറുപടി പറയണം. I can, I can't. ചില പേര് ഇങ്ങനെ പറയും yes, no. അങ്ങനെ പറയരുത്. Can you help me? ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് പറയാം I can, yes, I can. അല്ലെങ്കിൽ നമുക്ക് പറയാം no, I can't. Sorry, I can't. അല്ലാണ്ട് yes, no എന്ന് മാത്രം പറയരുത്. തെറ്റല്ല അത്, ബട്ട് ഇറ്റ് സൗണ്ട്സ് വെരി ഇൻഅപ്രോപ്രിയേറ്റ്. ഇനിയും കുറേ സെൻറ്റൻസസ് വരാനിരിക്കുന്നുണ്ട്. പ്ലീസ് ഡു വാച്ച് ദ ഹോൾ വീഡിയോ പേഷ്യൻ്റ്ലി. നിങ്ങൾ കുറച്ച് നാളായി ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങിയിട്ട് എന്നാലും ഈ സെൻറ്റൻസസ് ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. വളരെ ന്യൂ ആണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ വീഡിയോ ഒരു പ്രാവശ്യം കൂടെ കാണേണ്ട ആവശ്യം വരും. So let's continue with another set of sentences. നിങ്ങൾക്ക് ഐസ്ക്രീം ഇഷ്ടമാണോ? How can we ask? Do you like ice cream? Do you like ice cream? സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കി എന്തെങ്കിലും സാധനം ഇഷ്ടമാണോ ചോദിക്കാൻ വേണ്ടിയിട്ട് we can use the pattern do you like. സോ ഈ പാറ്റേൺ നിങ്ങൾ മനസ്സിൽ ഓർത്തു വെച്ചാൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ചോദിക്കാം. ഫോർ എക്സാമ്പിൾ, ഡു യു ലൈക്ക് സ്പൈസി ഫുഡ്? എരിവുള്ള ഭക്ഷണം നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഡു യു ലൈക്ക് സ്പൈസി ഫുഡ്? എഗെയിൻ you can answer it by saying yes, I do. എനിക്ക് ഇഷ്ടമാണ്. yes, I do. no, I don't. എനിക്ക് ഇഷ്ടമല്ല. no, I don't. നമ്മൾ നേരത്തെ പഠിച്ചു ക്യാൻ യു വെച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഐ ക്യാൻ അല്ലെങ്കിൽ ഐ കാണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആൻസർ പറയേണ്ടത്. ഇൻ ദ സെയിം വേ വെൻ someone asks you a question with do you have to answer it by saying yes, I do or no, I don't. Here's another common question. Do you like traveling? നിങ്ങൾക്ക് യാത്ര ചെയ്യുന്നത് ഇഷ്ടമാണോ? Do you like traveling? Let's check out another common question. Do you like cooking? നിനക്ക് പാചകം ചെയ്യാൻ ഇഷ്ടമാണോ? Do you like cooking? Do you like cooking? Likewise, we can ask, do you like going to the beach? ബീച്ചിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഡു യു ലൈക്ക് ഗോയിങ് ടു ദ ബീച്ച്? സോ ഡു യു ലൈക്ക് ആണ് നമ്മളെ പാറ്റേൺ. ഐ ഹാവ് ജസ്റ്റ് ആഡഡ് ഗോയിങ് ടു ദ ബീച്ച് ഓവർ ദാറ്റ്. ഇതുപോലെ നിങ്ങൾക്ക് കുറേ ചോദ്യങ്ങൾ ചോദിക്കാം മറ്റുള്ളവരെ ഇഷ്ടമറിയാൻ വേണ്ടിയിട്ട്. ലെറ്റ്സ് മൂവ് അഹെഡ്. നിനക്കിത് വേണോ? ഹൗ ക്യാൻ വി ആസ്ക്? ഡു യു വാണ്ട് ദിസ്? ഡു യു വാണ്ട് ദിസ്? എന്തെങ്കിലും വേണോ ചോദിക്കണമെങ്കിൽ ഡു യു വാണ്ട് വെച്ചിട്ടാണ് നമ്മൾ ചോദിക്കേണ്ടത്. ലൈക്ക് വൈസ് നിനക്കത് വേണോ? ഡു യു വാണ്ട് ദാറ്റ്? സോ വി അണ്ടർസ്റ്റുഡ് ഇതെന്ന് പറയാൻ ദിസ്, അതെന്ന് പറയാൻ ദാറ്റ്. ഡു യു വാണ്ട് കഴിഞ്ഞിട്ട് ചേർത്താൽ മതി. ഇനിയും വേണോ? ഡു യു വാണ്ട് മോർ? ഡു യു വാണ്ട് മോർ? ഇനിയും വേണോ? ഡു യു വാണ്ട് മോർ? കുറച്ചും കൂടി വേണോ? How can we ask? Do you want some more? Do you want some more? കുറച്ചും കൂടി വേണോ? Do you want some more? ആ പുസ്തകം വേണോ? ഇവിടെ നമ്മൾ ഒരു പുസ്തകത്തിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. സോ വി വിൽ സ്റ്റാർട്ട് വിത്ത് അവർ പാറ്റേൺ ഡു യു വാണ്ട്. അത് കഴിഞ്ഞിട്ടാകുമ്പം ആ പുസ്തകം, ദാറ്റ് ബുക്ക്. ഡു യു വാണ്ട് ദാറ്റ് ബുക്ക്? അതുപോലെ തന്നെ ഈ പുസ്തകം വേണോ ചോദിക്കണമെങ്കിൽ നമുക്ക് ചോദിക്കാം ഡു യു വാണ്ട് ദിസ് ബുക്ക്? ഡു യു വാണ്ട്
this book. So hope you are practicing the sentences along with me. എൻ്റെ കൂടെ വേണം പറഞ്ഞ് പഠിക്കാൻ. Let's move ahead. നമ്മൾ ഡു യു ലൈക്ക് എന്ന് പാറ്റേൺ പഠിച്ചു. നിനക്ക് ഇഷ്ടമാണോ ചോദിക്കാനാണ് നമ്മൾ ഇങ്ങനെ ചോദിക്കാറുള്ളത്. So hope this is clear for you. At the same time, we learned another common and easy pattern. Do you want? നിനക്ക് വേണോ? എന്തെങ്കിലും സാധനം വേണോ ചോദിക്കണമെങ്കിൽ നമുക്ക് ഈ പാറ്റേൺ വെച്ച് ചോദിക്കാം. Hope this is also clear for you. If you are a beginner, total beginner, then please do rewatch the video. Do you have എന്ന് പറഞ്ഞിട്ട് നമുക്ക് നിൻ്റെ അടുത്തുണ്ടോ എന്ന് ചോദിക്കാം. For example, do you have a pen? പെന്നുണ്ടോ? So it's a very common sentence. Do you have 10 rupees? 10 ഉറുപ്പ്യ ഉണ്ടോ? Do you have 10 rupees? This is one of the commonly used question in English. You can practice this. Do you have 10 rupees? Do you have change? Change എന്ന് പറഞ്ഞാൽ ചില്ലറ. Do you have change? നിൻ്റെ അടുത്ത് ചേഞ്ച് ഉണ്ടോ? Do you have change for 100 rupees? 100 rupeesൻ്റെ ചേഞ്ച് ഉണ്ടോ? നിനക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? Do you have any doubt? Do you have any doubt? നിങ്ങൾക്ക് സഹോദരങ്ങളുണ്ടോ? How can we ask? Do you have siblings? Do you have siblings? Siblings എന്ന് പറഞ്ഞാൽ സഹോദരങ്ങൾ, brother or sister. Next one, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? Do you have any questions? Do you have any questions? Do you have any questions? സംസാരിക്കാൻ സമയമുണ്ടോ? Do you have time to talk? Do you have time to talk? ഇനി ഈ ക്വസ്റ്റ്യൻസിൻ്റെ മറുപടി എങ്ങനെ പറയാം? You can reply it by saying yes, I have. ഉണ്ട്. Yes, I have. Or you can say no, I don't have. No, I don't have. നോൻ്റെ പകരം വളരെ പൊലൈറ്റായിട്ട് നമുക്ക് പറയാം സോറി, ഐ ഡോണ്ട് ഹാവ്. പെന്നുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ നമുക്ക് പറയാം സോറി, ഐ ഡോണ്ട് ഹാവ്. ഞാൻ നാളെ വരും. ഹിയർ വി ആർ ടോക്കിംഗ് അബൌട്ട് ഫ്യൂച്ചർ. ഭാവിയിൽ നടക്കാൻ പോകേണ്ട കാര്യത്തിനെ കുറിച്ചാണ് പറയുന്നത്. സോ വി വിൽ യൂസ് വിൽ. ഐ വിൽ കം ടുമോറോ. ഞാൻ നാളെ വരും. ഐ വിൽ കം ടുമോറോ. സോ ലെറ്റ്സ് ചെക്ക് ഔട്ട് മോർ സെൻറ്റൻസസ് വിത്ത് ഐ വിൽ. ഫ്യൂച്ചറിൽ ചെയ്യാൻ പോകേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നടക്കാൻ പോകേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് നമ്മൾ വിൽ യൂസ് ചെയ്യാറുള്ളത്. പ്ലീസ് കീപ് പ്രാക്ടീസിങ് വിത്ത് മീ. ഞാൻ പിന്നെ വിളിക്കാം. ഐ വിൽ കോൾ യു ലേറ്റർ. ഐ വിൽ കോൾ യു ലേറ്റർ. ഞാൻ പിന്നെ വിളിക്കാം. ഐ വിൽ കോൾ യു ലേറ്റർ. ഞാൻ പിന്നീട് സംസാരിക്കാം. ഐ വിൽ ടോക്ക് ടു യു ലേറ്റർ. ഐ വിൽ ടോക്ക് ടു യു ലേറ്റർ. ഐ വിൽ ടോക്ക് ടു യു ലേറ്റർ. ഇനി ക്വസ്റ്റ്യൻസ് നോക്കാം. നീ എന്നെ സഹായിക്കുമോ? വിൽ യു ഹെൽപ്പ് മീ? വിൽ യു ഹെൽപ്പ് മീ? നീ എന്നെ സഹായിക്കുമോ? വിൽ യു ഹെൽപ്പ് മീ? ഹൗ ക്യാൻ വി റിപ്ലൈ ടു ദിസ് ക്വസ്റ്റ്യൻ? യെസ് ഓർ നോ വി ക്യാൻ സേ യെസ് ഐ വിൽ. അല്ലെങ്കിൽ നമുക്ക് പറയാം നോ ഐ വോണ്ട്. ഐ വോണ്ട്. വോണ്ട് ഈസ് ദ കൺട്രാക്ഷൻ ഓഫ് വിൽ നോട്ട്. വിൽ നോട്ടിനെ ചുരുക്കിയിട്ടാണ് നമ്മൾ വോണ്ട് പറഞ്ഞിട്ടുള്ളത്. സോ ഇൻ സ്പോക്കൺ ഇംഗ്ലീഷ് വി ഓഫൻ യൂസ് കൺട്രാക്ഷൻസ്. അവൾ വരുമോ? ഹൗ ക്യാൻ വി ആസ്ക്? വിൽ ഷീ കം? Will she come? The possible answers or reply to this question can be yes, she will. അല്ലെങ്കിൽ നമുക്ക് പറയാം no, she won't. We can even lengthen by saying no, she won't come. അവൾ വരില്ല. No, she won't come. Will she come to the party? See, നമ്മൾ to the party അവിടെ ചേർത്തിട്ട് ക്വസ്റ്റ്യൻ കുറച്ച് ലോങ് ആക്കി. അവൾ പാർട്ടിക്ക് വരുമോ? She will come to the party. ഇങ്ങനെ ലോങ് ആയിട്ട് നമുക്ക് ആൻസർ പറയാം. She will come നിങ്ങൾ നേരത്തെ പഠിച്ചു. To the party.
അതുപോലെ തന്നെ ഷീ വോണ്ട് കം, അവൾ വരില്ല. ഷീ വോണ്ട് കം ടു ദ പാർട്ടി. See how we can lengthen the sentences. ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരുമോ? This is a bit long sentence, but beginners അറിഞ്ഞിരിക്കേണ്ട ഒരു sentence ആണ് because we use it commonly in a daily conversation. Will you bring me a glass of water? Will you bring me a glass of water? അതുപോലെ തന്നെ ഒരു സെൻറ്റൻസ് ആണ്, നീ എൻ്റെ കൂടെ ഷോപ്പിങ്ങിന് വരുമോ? Will you come shopping with me? Will you come shopping with me? Will you come shopping with me? നീ എന്നെ സഹായിക്കില്ലേ? How can we ask this question? We can ask, won't you help me? Won't you help me? നീ എന്നെ സഹായിക്കില്ലേ? Won't you help me? നീ എൻ്റെ കൂടെ വരില്ലേ? How we can ask? Won't you come with me? Won't you come with me? നീ എൻ്റെ കൂടെ വരില്ലേ? Won't you come with me? നീ ഭക്ഷണം കഴിച്ചോ? One of the most common question in Malayalam. Did you eat? Did you eat? അതുപോലെ നമുക്ക് ചോദിക്കാം, did you eat breakfast? Or particularly we can ask, did you eat lunch? Did you eat dinner? ബട്ട് ഇതിനെ ഒന്നും കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചോദിക്കാൻ, നാച്ചുറൽ ആയിട്ട് ചോദിക്കാൻ നമുക്ക് ഈറ്റിൻ്റെ പകരം ഹാവ് യൂസ് ചെയ്യാം. ഡിഡ് യു ഹാവ് ബ്രേക്ക്ഫാസ്റ്റ്? ഡിഡ് യു ഹാവ് ലഞ്ച്? ഡിഡ് യു ഹാവ് ഡിന്നർ? ഇതിൻ്റെ ആൻസർ എങ്ങനെ പറയാം? യു ക്യാൻ റിപ്ലൈ ബൈ സേയിങ് യെസ് ഐ ഹാഡ്, ഞാൻ കഴിച്ചു. അല്ലെങ്കിൽ നമുക്ക് പറയാം നോ ഐ ഡിഡ്ന്റ് ഹാവ്, ഞാൻ കഴിച്ചില്ല. അല്ലെങ്കിൽ നമുക്ക് പറയാം ഐ എം ഗോയിങ് ടു ഹാവ്, ഞാൻ കഴിക്കാൻ പോകുകയാണ്. അറ്റ് ദ സെയിം ടൈം വി ക്യാൻ സേ ഐ എം അബൌട്ട് ടു ഹാവ്. രണ്ടിനും സെയിം മീനിങ് ആണ്. നീ നന്നായി ഉറങ്ങിയോ? ഡിഡ് യു സ്ലീപ്പ് വെൽ? ഡിഡ് യു സ്ലീപ്പ് വെൽ? നീ നന്നായി ഉറങ്ങിയോ? ഡിഡ് യു സ്ലീപ്പ് വെൽ? ഇന്നലെ മഴ പെയ്തിരുന്നോ? ഡിഡ് ഇറ്റ് റെയിൻ യെസ്റ്റർഡേ? ഡിഡ് ഇറ്റ് റെയിൻ യെസ്റ്റർഡേ? നീ അവിടെ പോയിരുന്നോ? ഡിഡ് യു ഗോ there? ഡിഡ് യു ഗോ there? നീ അവിടെ പോയിരുന്നോ? ഡിഡ് യു ഗോ there? നീ അവനെ കണ്ടോ? ഡിഡ് യു see him? Did you see him? നീ അവനെ കണ്ടോ? Did you see him? അവൻ പോയോ? Did he go? Did he go? അവൻ പോയോ? Did he go? You can also specifically ask, did he go to office? അവൻ ഓഫീസിൽ പോയോ? Did he go to school? അവൻ സ്കൂളിൽ പോയോ? Now how can we reply to these questions? We can reply in the same manner that we replied before. Did ആകുമ്പോൾ നമ്മൾ പറയും yes he did, അവൻ പോയി. പോയില്ലെങ്കിൽ നമ്മൾ പറയും no he didn't, അവൻ പോയില്ല. no he didn't. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പ്രൊനൗൺസിയേഷൻ didn't ആണ്, didn't അല്ല. didn't ആണ് കുറേ പേര് പറയാറുള്ളത്. ദിസ് ഇസ് എ മിസ്പ്രൊനൗൺസിയേഷൻ. യു ക്യാൻ പ്രൊനൗൺസ് ഇറ്റ് ആസ് didn't. Well, that was all for this beginner session. Hope you enjoyed it. ഇഷ്ടപ്പെട്ടെങ്കിൽ do comment. I'll bring out more sessions like this. Thanks for watching. Keep learning. Keep practicing. Tough തോന്നിയെങ്കിൽ please do rewatch and write down all the sentences. Thanks for watching.